നമസ്കാരം. നമ്മളിന്ന് ബിയോണ്ട് ദ ഹൊറിസോൺ എന്ന ആസ്ട്രോണമി ചാനലിൻ്റെ 33-ാം ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ ഭാഗത്തിൽ നമ്മളിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആദ്യമായി ജപ്പാനിലെ ജ്യോതിശാസ്ത്രത്തിന് തുടക്കം കുറിച്ച 11-ാം നൂറ്റാണ്ടിലെ ഒരു ഭിഷഗ്വരനുണ്ടായിരുന്നു. പേര് അസാധ്യ ഗോരു. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ജപ്പാനിലെ ജ്യോതിശാസ്ത്രത്തിന്റെ തുടക്കം കുറിച്ച്. അതിനു മുമ്പേ ജപ്പാനിൽ വിദേശികളെ അനുവദിച്ചിരുന്നില്ല. ചൈനയിൽ ധാരാളം വിദേശികൾ, അതായത് ജസ്യൂട്ട് പാതിരിമാരൊക്കെയാണ് യഥാർത്ഥത്തിൽ ചൈനയിൽ ജ്യോതിശാസ്ത്രത്തിന് തുടക്കക്കാർ. അവർ കൊണ്ടുവന്ന ഉപകരണങ്ങൾ വെച്ചിട്ടാണ് ചൈനീസ് ജ്യോതിശാസ്ത്രം വികസിച്ചു വന്നത്. പക്ഷേ ചൈനക്കാരിൽ ജ്യോതിശാസ്ത്രത്തിന്റെ പ്രവർത്തനം നടത്താൻ വിദേശികൾ വന്നപ്പോൾ അവരെ അനുവദിക്കുകയും ജപ്പാനിൽ എല്ലാ തുറമുഖങ്ങളിലും ഒരു തുറമുഖത്തിൽ പോലും വിദേശികളെ അനുവദിക്കുമായിരുന്നില്ല. അവിടുത്തെ മണ്ണിൽ കാലുകുത്താൻ അനുവദിച്ചിട്ടില്ല. അവിടുത്തെ രാജഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന ഷോഗുണൈറ്റ് എന്ന് പറഞ്ഞ ഗോത്രവർഗക്കാർ അവർക്ക് മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളോട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവരെ അടുപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുറം രാജ്യത്ത് വികസിച്ചു വന്ന ശാസ്ത്രം അല്ലെങ്കിൽ വ്യവസായങ്ങൾ ഒന്നും തന്നെ ആദ്യകാലത്ത് ജപ്പാനിൽ ഉണ്ടായിരുന്നില്ല. അതിന് തുടക്കം കുറിച്ചുള്ളതാണ് ഈ പറഞ്ഞ അസാധ്യ ഗോരു. ഒന്നതാണ്. രണ്ടാമത്തെ വരുന്നത്, നമ്മൾ ശുക്രസന്തരണത്തെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യവും കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ പോണ്ടിച്ചേരിയിൽ ശുക്രസന്തരണം കാണാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ വന്ന ഒരു പ്രസിദ്ധ ഫ്രഞ്ചുകാരൻ്റെ നിർഭാഗ്യകരമായ അനുഭവങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും. പക്ഷെ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ നമ്മൾ അന്ന് സന്തരണത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ തന്നിട്ടില്ല. അതിൽ ഭാഗവാക്കായ ആളുകളെ പറ്റിയും ആദ്യമായി ആര് തുടങ്ങി വെച്ച് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അമേരിക്കയിലെ പഴയ ഗോത്ര ജനത മായക്കാർ 12-13 നൂറ്റാണ്ടുകളിൽ അവർ ശുക്രനെ നിരീക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ അറബ് വംശജരായ പ്രസിദ്ധനായ ഒരു അറബ് ശാസ്ത്രജ്ഞനായിരുന്നു അവിസന്ന. അദ്ദേഹവും 1060കളിൽ ശുക്രസന്തരണം നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ അത് നിരീക്ഷിക്കുക അല്ലാതെ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ ശാസ്ത്രമോ അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് അതുകൊണ്ട് ഗുണമെന്താവുന്നു എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവരതൊന്നും പഠിക്കാൻ മുതിർന്നിട്ടില്ല. ഈ കാര്യങ്ങളും അതുപോലെ അളവുകളിൽ തൂക്കങ്ങളിൽ ലോകത്താകമാനം മാറ്റം വരുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നടത്തിയത് ഫ്രാൻസിലാണ്. അതിന് മുൻകൈയെടുത്ത ആൾ അക്കാലത്ത് ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് ഫ്രാൻസ് ഭരിച്ചിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അക്കാര്യങ്ങളും ഇതിനകത്ത് ഈ എപ്പിസോഡിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ കാരണം എന്തായാൽ ജ്യോതിശാസ്ത്രജ്ഞന്മാർ തന്നെയാണ് കൃത്യമായ അളവുകളും തൂക്കങ്ങളും കണ്ടുപിടിക്കാനായിട്ട് കഠിന പ്രയത്നം ചെയ്തവർ. മാത്രമല്ല, സമുദ്രത്തിൽ പോകുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ തരത്തിലുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചതും അവർ തന്നെയാണ്. അതും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഗ്രഹങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കപ്പലിൽ നിന്ന് ദൂരം കണ്ടുപിടിക്കാം എന്ന് കണ്ടുപിടിച്ചതും അവർ തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ജ്യോതിശാസ്ത്രന്മാരുണ്ടായിരുന്നു. ശുക്രസന്തനത്തിൽ ഒരു പാതിരിയായിരുന്നു മുൻപന്തിയിൽ നിന്നത്.
അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ശുക്രനെ അല്ലെങ്കിൽ സൂര്യനെ ചുവരിൽ പ്രതിഫലിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ മറ്റൊരാൾ വില്യം ക്രാട്രി, അദ്ദേഹം തന്നെയാണ് ആദ്യമായിട്ട് ശുക്രസഞ്ചരണത്തിന്റെ കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സൂര്യനിലേക്കുള്ള ദൂരം കണ്ടുപിടിച്ചത്. കിട്ടിയ ദൂരം തെറ്റായിരുന്നുവെങ്കിലും അത് തുടങ്ങി വെച്ച അദ്ദേഹമാണ്, ജെർമിയ ഹൊറോക്സ്. പിന്നീട് വന്ന ആളുകൾ, നേരത്തെ പറഞ്ഞ ഫ്രഞ്ചുകാരൻ, ആ നിർഭാഗ്യവാനായ ഫ്രഞ്ചുകാരനും ചാൾസ് ഗ്രീനും, പിന്നെ ബ്രിട്ടനിലെ റോയൽ ആസ്ട്രോണർമാരും ഒക്കെ ഈ പ്രയത്നത്തിൽ പങ്കാളികളാണെന്ന് ഓർമ്മ വേണം. അവരുടെയൊക്കെ ചരിത്രമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ചരിത്രം അറിഞ്ഞാലേ നമുക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ എപ്പിസോഡ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം. ബിയോണ്ട് ദ ഹൊറിസോൺ പാർട്ട് 33, ആസ്ട്രോണമി ഇൻ ജപ്പാൻ. ജപ്പാനും ജ്യോതിശാസ്ത്രവും 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഫ്യൂഡൽ, അർദ്ധ ഫ്യൂഡൽ ഭരണം നിലനിന്നിരുന്ന അവികസിത രാജ്യമായിരുന്നു ജപ്പാൻ. 1100-കൾ മുതൽ ചക്രവർത്തി ഭരണമായിരുന്നുവെങ്കിലും ചക്രവർത്തി പേരിനുള്ള ഒരു ഭരണാധികാരി മാത്രമായിരുന്നു. ഇന്ത്യയിലെ പ്രസിഡന്റ് പോലെ ശക്തരായ ഷോഗുൻ ഗോത്രങ്ങളായിരുന്നു ഭരണം കൈയാളിയിരുന്നത്. 18-ാം നൂറ്റാണ്ട് വരെ മറ്റു രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങളൊന്നും ഇല്ലാതിരുന്ന ജപ്പാൻ ശാസ്ത്രത്തിലും പ്രവർത്തനത്തിലും വളരെ പിന്നോക്കമായിരുന്നു. ഇടക്കാലഘട്ടത്തിൽ യൂറോപ്പിൽ അക്കാലത്ത് പ്രചരിച്ചിരുന്ന സാങ്കേതിക വിദ്യയും ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളും ജപ്പാനിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ചിരുന്ന ഒരാളാണ്, ഒരു ഭിഷഗ്വരനാണ് അസാധ്യ ഗോരു. ചൈനയിലെ ജസ്യൂട്ട് പാതിരിമാർ കൊണ്ടുവന്നവയായിരുന്നു ഈ ഉപകരണങ്ങൾ. ക്രിസ്ത്യൻ മിഷണറിമാരെയും മറ്റ് വിദേശികളെയും ജപ്പാനിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. പിൽക്കാലത്ത് ജപ്പാൻ ജ്യോതിശാസ്ത്രത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ രാജ്യമാണ്. നമ്മൾ ജപ്പാനിലെ കാര്യം പറഞ്ഞേ ഉള്ളൂ, പക്ഷേ അതിന് തുടർച്ചയായിട്ട് നമുക്ക് ശുക്രസന്തരണത്തിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ കാര്യം ശുക്രസന്തരണത്തെപ്പറ്റി നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തുടർച്ചയായ നിരീക്ഷണവും അതുകൊണ്ടുണ്ടായ ശാസ്ത്ര പ്രവർത്തനങ്ങളെപ്പറ്റിയും വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. അക്കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സൗരയൂഥത്തിലെ വലിയ വസ്തുക്കളുടെ മുമ്പിൽ കൂടെ ചെറിയ വസ്തുക്കൾ, അതായത് സൗരയൂഥത്തിലെ ചെറിയ വസ്തുക്കൾ എന്ന് പറയാൻ നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുന്ന വസ്തുക്കൾ, സൂര്യനും ഭൂമിക്കും ഇടക്കുള്ള വസ്തുക്കൾ, അത് ബുധനും ശുക്രനല്ലുള്ളൂ. അവ കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്ന ആ കാഴ്ച ഭൂമിയിലെ നിരീക്ഷകന് വളരെ കൗതുകമായ ഒരു കാഴ്ചയാണ്. അപൂർവമായി തരം മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. ശുക്രസന്തരണമെന്നോ ബുധസന്തരണമെന്നോ ഒക്കെ അതിന് പറയും. ഭൂമിക്കും സൂര്യനും ഇടയ്ക്ക് ഈ രണ്ട് വസ്തുക്കളെ ഉള്ളൂ. ചന്ദ്രനുണ്ട്, പക്ഷേ അത് പൂർണ്ണമായിട്ട് സൂര്യനെ മറക്കുന്നതുകൊണ്ട് അതിന് ഗ്രഹണമെന്നാണ് പറയുക. ഇവിടെ ഇടതുവശത്തെ ചിത്രത്തിൽ കാണാം സൂര്യൻ, വലിയ ബിംബം. അതിലൊരു കറുത്ത പൊട്ടായിട്ട് ഇടതുവശത്ത് മേൽഭാഗത്ത് ശുക്രനെ കാണാം. നടുക്ക് കാണുന്ന ഇതൊക്കെ സൂര്യകളങ്കങ്ങളാണ്, സൺസ്പോട്ട്സ്. പിന്നെ ഈ ശുക്രസന്തരണം യഥാർത്ഥത്തിൽ നിരീക്ഷിക്കാൻ തുടങ്ങിയത് 12-13 നൂറ്റാണ്ടുകളിലാണ്. അമേരിക്കയിലെ പഴയകാല ആദിവാസികൾ, മായൻ,
ആ സംസ്കാരത്തിലെ ജനങ്ങൾ അവരാണ് ആദ്യം 12-13 നൂറ്റാണ്ടുകളിൽ ശുക്രസന്തരണം നിരീക്ഷിച്ച് അവരുടെ ക്ഷേത്രങ്ങളിൽ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് അറബ് ശാസ്ത്രജ്ഞനായ അവിസന്ന 11 നൂറ്റാണ്ടിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ കണ്ടെങ്കിലും ഇവരൊന്നും തന്നെ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയ കാരണങ്ങൾ അന്വേഷിക്കാൻ മുതിർന്നിട്ടില്ല. പിന്നെ അത് ശാസ്ത്രീയമായി തന്നെ നിരീക്ഷിച്ചതും അളവുകൾ എടുത്തും ആളായ ഒരു പാതിരിയാണ്. ജെർമിയ ഹൊറോക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇംഗ്ലണ്ടുകാരനാണ്. പക്ഷെ അതിങ്ങനെ നടക്കുമെന്ന് പ്രവചിച്ചത് നമ്മുടെ പഴയ ജോഹന്നാസ് കെപ്ലറാണ് 1627. പക്ഷെ കെപ്ലർ പോലും അത് പൂർണ്ണമായി പ്രവചിച്ചില്ല. അയാൾ 1631 ഒരു ശുക്രസന്തരണമാണ് പ്രവചിച്ചത്. കെപ്ലർക്ക് അത് അറിയില്ലായിരുന്നു 1638 കൂടെ 39 കൂടെ നടക്കുമെന്നുള്ളത്. 8 കൊല്ലത്തെ ഇടവേളകളിലാണ് ശുക്രസന്തരണം നടക്കുന്നത്. സന്തരണം യൂറോപ്പ് മുഴുവൻ കാണാൻ കഴിയുമെന്നും കെപ്ലർ പറയാതിരുന്നതിനാൽ പലർക്കും കാണാൻ കഴിഞ്ഞില്ല. ഒരു ഇംഗ്ലീഷ് പാതിരിയായ ജെർമിയ ഹോറോക്സും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ വില്യം ക്രാബ്ട്രീയും ചേർന്നാണ് 1639 ഡിസംബർ 4 സന്തരണം നിരീക്ഷിച്ചത്. ഇവിടെ ചന്ദ്രനത്തിൻ്റെ ഒരു ഏകദേശ ചിത്രമാണിത്, ഒരു ഗ്രാഫ്. ഇത് ഭൂമി, സൂര്യൻ. ഭൂമിക്കും സൂര്യനും ഇടയ്ക്ക് ബുധനും ഉണ്ട്, ശുക്രനും ഉണ്ട്, വീനസും ഉണ്ട്. നമ്മളിവിടെ ശുക്രസന്തരണം പറയുന്നത് കൊണ്ട് ഭൂമിയിൽ നോക്കുമ്പോൾ ശുക്രൻ സൂര്യൻ്റെ ഒരു വശത്ത് തുടങ്ങി, അതായത് ഇപ്പോൾ ഇടതുവശത്താണ് തുടങ്ങുന്നതെങ്കിൽ മെല്ലെ 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 കടന്ന് മധ്യത്തിലെത്തുന്നു. പിന്നെ അത് അവസാനം വലതുവശത്തെ അതിരിൽ കൂടെ കടന്ന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെയാണ്. അപ്പം ഇത് നിരീക്ഷിച്ച് അതിനെടുക്കുന്ന സമയവും അതിൻ്റെ കോണളവും മറ്റും എഴുതി വെച്ച് കഴിഞ്ഞാൽ സൂര്യനിലേക്ക് ഭൂമിയിൽ നിന്നുള്ള ദൂരം കണ്ടുപിടിക്കാം എന്ന് എഡ്മണ്ട് ഹാലി എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ആ കണക്ക് കൂട്ടുന്ന രീതി അല്പം സങ്കീർണമായതുകൊണ്ട് തന്നെ പിൽക്കാലത്തെ ആളുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു. 1639 3:15 ഹോറോക്സും സുഹൃത്തും സ്വന്തം മുറിയിൽ ടെലിസ്കോപ്പ് സ്ഥാപിച്ച് സൂര്യബിംബത്തെ ചുവരിൽ പ്രൊജക്റ്റ് ചെയ്ത് അളവുകളെടുത്തത്. തുടർന്ന് ശുക്രനിലേക്ക് ഭൂമിയിൽ നിന്നുള്ള ദൂരവും അതുപയോഗിച്ച് സൂര്യബിംബത്തിലേക്കുള്ള ദൂരവും കണക്കൂട്ടിയെടുത്തു. ഇക്കാര്യം നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞത് പരാജയപ്പെട്ടു പോയ 2-3 ശുക്രസന്തരണങ്ങളുടെ ചരിത്രമാണ്. ഇന്ത്യയിലെ പുതുശ്ശേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലടക്കം വന്ന് ഫ്രഞ്ചുകാരനായ ഒരു ശാസ്ത്രജ്ഞൻ ശുക്രസന്തരണം കാണാൻ വന്നിട്ടുണ്ട്. അയാൾക്ക് നേരിട്ട് നിർഭാഗ്യങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അവരുടെ കണക്ക് പ്രകാരം ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം കണക്ക് കൂട്ടിയെടുത്തപ്പോൾ 5.94 കോടി കിലോമീറ്ററാണ് കിട്ടിയത്. പക്ഷേ ആധുനിക കണക്കനുസരിച്ച് ഇത് 14.96 കോടി കിലോമീറ്റർ ആണ്. ഈ കണക്കുകൾ ജെർമിയ ഹൊറോക്സിൻ്റെ മരണത്തിന് ശേഷം 1661 പ്രസിദ്ധീകരിച്ചത്. ഇവിടെ നോക്കി ഏറ്റവും അടുത്തായിട്ട് 2012 ശുക്രസന്തരണം നടന്നിട്ടുണ്ട്. ആ 2004 2012 8 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം ഈ 2 സന്തരണങ്ങളും കേരളത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ല. കാരണം അത് നടന്നതൊക്കെ ജൂൺ മാസത്തിലായിരുന്നു. ജൂൺ മാസത്തിൽ കേരളത്തിൽ മഴയാണ്, അവിടെ കഴിഞ്ഞില്ല. എന്താണ് ആ സന്തരണത്തിൻ്റെ അളവെടുക്കൽ നോക്കാം. ശുക്രൻ സൂര്യബിംബത്തിൻ്റെ
ആദ്യം ഇടതുവശത്തെ അതിൽ കൂടെ കടന്ന് അതിൻ്റെ അതിരുമായി തൊടുന്നു. ഈ അതിര് തൊടുന്ന ഭാഗത്തിന് ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയും. രണ്ടാമത് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ബിന്ദുവിന് അല്ലെങ്കിൽ കോണ്ടാക്ട് പോയിന്റിന് സെക്കൻഡ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയും. മൂന്നാമത് അത് മധ്യത്തിലെത്തുമ്പോഴേക്കും അതിന് പറയുന്നത് തേർഡ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്നും, പിന്നത്തേത് നാലാമത്തെ പോയിന്റ് പുറത്തേക്ക് കടക്കുന്നതിന് മുൻപുള്ള പോയിന്റും പിന്നെ പുറത്തേക്ക് കടന്നതിൻ്റെ ശേഷമുള്ള പോയിന്റുമാണ്. ഇങ്ങനെ 5 പോയിന്റുകളുടെ കണക്കുകളും അതിൻ്റെ സമയവും കണക്ക് കൂട്ടിയെടുക്കുകയാണ്. ആ കണക്ക് കൂട്ടിയെടുത്തതിൻ്റെ കണക്കായി എഴുതുക 22.9:38 1. ഇത് യൂണിവേഴ്സൽ ടൈമാണ്, ഇന്ത്യൻ സമയമല്ല. രണ്ടാമത്തേത് 22:27:34. മൂന്നാമത്തേത് 4:31:39. നാലാമത്തേത് 4:49:35. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. 22 എന്ന് പറഞ്ഞാൽ 11 മണിയാവുമല്ലോ. അതെ, 22:09, അതായത് 9 മിനിറ്റ്. പിന്നത്തത് 27 മിനിറ്റിനാണ്. അതായത് ഇവിടുന്ന് ഇവിടത്തേക്ക് പ്രവേശിക്കാൻ ഏതാണ്ട് 18 മിനിറ്റ് എടുത്തു എന്നർത്ഥം. പിന്നെ മൂന്നാമത്തെ പോയിന്റാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അത് വരുന്നത് വൈകുന്നേരം 4 മണിക്കാണ്. അതിൻ്റെ അർത്ഥം ഏതാണ്ട് 5-6 മണിക്കൂർ എടുക്കും ശുക്രസഞ്ചരണത്തിന് സമയമെടുക്കും എന്നർത്ഥം. 2 ശുക്രസഞ്ചരണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ വിടവ് 8 വർഷമാണ്. ഒന്ന് ജൂൺ മാസത്തിലാണെങ്കിൽ രണ്ടാമത്തേത് ഡിസംബർ മാസത്തിലായിരിക്കും. അത് കഴിഞ്ഞ് സഞ്ചരണം ഉണ്ടാവുന്നത് 121.5 വർഷങ്ങൾക്ക് ശേഷമാണ്. അവിടെയും 2 സഞ്ചരണങ്ങളുണ്ടാവും. പിന്നെ വരുന്ന സഞ്ചരണം 113.5 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അടുത്ത സഞ്ചരണങ്ങൾ 2 അങ്ങനെ മൊത്തം സഞ്ചരണങ്ങളുടെ യഥാർത്ഥത്തിൽ ഗ്യാപ്പ് 243 വർഷമാണെന്നർത്ഥം. ഒരു നൂറ്റാണ്ടിൽ ഒരു സഞ്ചരണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ നൂറ്റാണ്ടിൽ സഞ്ചരണം വരികയില്ല. ഉദാഹരണത്തിന് നമ്മൾ 2000-ൽ തന്നെ 2008 വന്നു, 12 വന്നു. ഇനി 21-ാം നൂറ്റാണ്ടിൽ ശുക്രസഞ്ചരണം ഉണ്ടാവുകയില്ല. അടുത്ത 22-ാം നൂറ്റാണ്ടിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സഞ്ചരണ സമയത്ത് വ്യാപകമായിട്ട് പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങളെ അത് കാണാൻ പ്രേരിപ്പിച്ചു. പലയിടത്തും അളവുകൾ എടുത്തു ആളുകൾ. ആ അളവുകളെടുത്ത് സൂര്യനിലേക്കുള്ള ദൂരം കണക്ക് കൂട്ടിയതായിട്ടും ചരിത്രമുണ്ട്. കേരളത്തിൽ പലപ്പോഴും പല കോളേജുകളിലും സഞ്ചരണം നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സഞ്ചരണത്തെ നമ്മൾ പിറകിൽ ഇട്ടുകൊണ്ട് നമ്മൾ അതിനുശേഷമുണ്ടായ ചില പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. 1761 ജെയിംസ് ബ്രാഡ്ലി റോയൽ ആസ്ട്രോണമർ സ്ഥാനത്തേക്ക് വന്നു. അതായത് ഗ്രീൻവിച്ച് നിലയത്തിൻ്റെ മേധാവിയായിട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായിരുന്നു ചാൾസ് മേസൺ. സഞ്ചരണം നിരീക്ഷിക്കാൻ തെക്കേ ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലേക്ക് അയച്ചു. 1762 ബ്രാഡ്ലി അന്തരിച്ചതോടെ ആസ്ട്രോണമർ റോയൽ നഥാനിയൽ ബ്ലിസ് എന്നാൾ ചുമതലയേറ്റു. അദ്ദേഹത്തിൻ്റെ സഹായിയായി മറ്റൊരു ശാസ്ത്രജ്ഞൻ ചാൾസ് ഗ്രീൻ ചേർന്നു. 69-ലെ സഞ്ചരണ നിരീക്ഷണത്തിന് റോയൽ സൊസൈറ്റി ഗ്രീനിനെ 1768-ൽ ജെയിംസ് കുക്ക് എന്ന പര്യവേഷകനോടൊപ്പം എൻഡീവർ എന്ന കപ്പലിലേക്ക് അയച്ചു.